പീരുമേട്ടിൽ പട്ടുമുടി ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നു. ജനങ്ങൾ ഭീതിയിൽ. പീരുമേട് പഞ്ചായത്തിലെ പട്ടുമുടി എസ്റ്റേറ്റ്, പട്ടുമല എസ്റ്റേറ്റ് എന്നിവയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ജനവാസ മേഖലയിൽ തേയിലത്തോട്ടത്തിൽ കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി എത്തിയ കാട്ടാനകൾ ഇതുവരെയും വനത്തിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാകാതെ പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും RRT ഉദ്യോഗസ്ഥരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. രാവിലെ തേയിലത്തോട്ടത്തിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് കാട്ടാനകളെ കാണുന്നത്. ഇതോടെ ഇവർ പരിഭ്രാന്തിയിലായി. ആനയുടെ ശല്യവും ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഇന്നലെ രാവിലെ നോക്കി ഞങ്ങൾ എസ്റ്റേറ്റുകാരൊക്കെ പണി ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് ആനയെ കണ്ടത്. നമ്മുടെ ഫാക്ടറിൻ്റെ ടവറിൻ്റെ താഴെ നിന്നത്. അതിന് ഞങ്ങൾ ഓടിച്ചിട്ട് ഇങ്ങനെ ഇറക്കിയപ്പം ഇപ്പോൾ ഫാക്ടറിയുടെ പുറകിൽ വന്ന് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വേറെ ഒരു മാർഗ്ഗമില്ല. ഡെയിലി ഇത് തന്നെ ഇപ്പോൾ മാസങ്ങളായി, 2-3 മാസമായി. അപ്പം മേലോട്ട് പോയ പട്ടുമുടി എസ്റ്റേറ്റ്, ഇങ്ങോട്ട് ഞങ്ങളുടെ പട്ടുമുടി എസ്റ്റേറ്റ്, പിന്നെ എല്ലാവരും ആൾക്കാർ കൊച്ചു കൊച്ചു പിള്ളേരൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ പെട്ടെന്ന് ഒരു നടപടിക്ക് എടുക്കാനായിട്ട് തീരുമാനിച്ച് ഫോറസ്റ്റ് ഓഫീസിനോട് സംസാരിച്ച് അത് ചെയ്യുക. എത്ര ആനകളുണ്ട് ഇപ്പം നിലവിൽ? ഇപ്പം ഇവിടെ ഒരു 3 എണ്ണവും മിനിഞ്ഞാന്ന് വന്നത് ഒരു 3 എണ്ണം അവിടെ നിൽപ്പുണ്ട്. എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പടുന്നുംപാറയിൽ ആ സൈഡിൽ പട്ടുമുള കാട്ടിലാണ് നിൽക്കുന്നത്. പൂർണ്ണമായും എസ്റ്റേറ്റ് ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ 2 സ്ഥലങ്ങളിലായി 6 ആനകളാണ് നിലവിൽ ഉള്ളത് എന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് എന്നും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പ്രദേശത്തിറങ്ങുന്ന കാട്ടാനകൾ ജനങ്ങൾക്ക് ഏറെ ഭീതിയാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ കുറഞ്ഞ വർഷകാലങ്ങളായി പ്രദേശത്ത് ആനയുടെ ശല്യം തുടരുകയാണ് എന്നും ഇതിന് ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട് എന്നും ഇതിൻ്റെ ഭാഗമായി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം പഞ്ചായത്തിൽ വിളിച്ചു ചേർക്കുകയും വരും ദിവസങ്ങളിൽ ജനവാസ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തിവിടുന്നതിന് പൊതുജനങ്ങളുടെ സഹായത്തോടെ ഡ്രൈവ് നടത്തുമെന്നും പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാന്തി രമേശ് പറഞ്ഞു. പട്ടുമുടി പട്ടുമല 2 വാർഡിന്റെ അതിർത്തിയിലാണ് രാവിലെ 7 മണി മുതൽ 3 കൊമ്പനാനയെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇവിടുത്തെ ജനങ്ങളുടെ വിളി വരുന്നത്. അപ്പൊ തന്നെ പട്ടുമുടി മെമ്പറായ ബിജു മെമ്പറും പട്ടുമല മെമ്പറായ മേരി സിൽവിയക്കയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ വാച്ചർ അടക്കം ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫുകളടക്കം എല്ലാവരും തന്നെ RRT വിളിക്കുകയും RRT ടീം എനിക്ക് തോന്നുന്നു ഒരു 10-11 പേര് നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ 2 സ്ഥലത്തായിട്ട് തൊഴിലാളികൾ, എസ്റ്റേറ്റിലെ മരുന്നടിക്കുന്ന ആൾക്കാരും കൊളുന്തെടുക്കുന്ന ആൾക്കാരും 2 സൈഡിലായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. ഈ 3 കൊമ്പൻ ആനകളെ നമ്മുടെ ആൾക്കാർ ഒച്ചയിടുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എന്തായാലും ഈ ചന്തമക്കാടിന്റെ ഭാഗമായിട്ട് മാറി നിപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഈ ആവശ്യപ്പെടുന്ന വേറൊന്നുമില്ല, ഇത് തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പുതിയ ഭരണസമിതി വന്ന് ഇപ്പം ഒരു 8 മാസം ആയതേ ഉള്ളൂ. എന്നാലും പണ്ട് തൊട്ടേ ഈ ആനയുടെ ശല്യം ഉള്ളതാണ്. പക്ഷെ ഇപ്പൊ മാക്സിമം എനിക്ക് തോന്നി പട്ടുമല പട്ടുമുടി ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആനയുടെ ശല്യമായിട്ട്. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന വേറൊന്നുമില്ല, ഞങ്ങൾക്ക് ഈ ആനയെ ഈ ഭാഗത്തിരുന്ന് ഡ്രൈവ് ചെയ്ത് മാറ്റി തരിക. ആ ഒരു നിർദ്ദേശവുമായിട്ടാണ് ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ലൈവായിട്ട് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന തൊട്ട് ലെഫ്റ്റ് സ്ഥലത്തായിട്ട് ഈ ആന ഇപ്പൊ ലൈവായിട്ട് നിപ്പുണ്ട്. 3 കൊമ്പൻ ആനയാണ്. ബാക്കിയുള്ള ആനകൾ എനിക്ക് തോന്നുന്നു പിടിയാനകളുണ്ട്. ഇത് രാജമുടി ഭാഗത്ത് ഈ ആനകൾ കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 2 കാട്ടുപോത്തുകൾ അടക്കം ഈ ഭാഗത്തുണ്ട്. കല്ലാർ മേഖല അതുപോലെ തന്നെ പറയാതെ പോകാൻ പറ്റത്തില്ല. പീരുമേട് ഭാഗത്താണെങ്കിലും കാട്ടുപോത്തിന്റെയും ഈ ആനയുടെ ശല്യമുണ്ട്. കാട്ടാനകൾ ഇപ്പോഴും പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ഭീതി വർദ്ധിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.